പാഠം 535. ഒരു വാക്കുമാറ്റലിന്റെ കഥ. ഹലോ, ആ വിദ്യ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നോ? നീ ഒരു സംഭവം അറിഞ്ഞോ? സദാനന്ദ സാറും ഭാര്യയും തമ്മിൽ ഇന്നലെ ഭയങ്കര വഴക്കായിരുന്നു. കാര്യമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സദാനന്ദ സാർ കുടിച്ചിട്ടുണ്ടായിരുന്നാ പറഞ്ഞത്. എന്നോട് പറഞ്ഞ മത്തായി ചേട്ടനാണെന്നേ. മത്തായി ചേട്ടൻ പുറത്തുനിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഓഫീസിൽ വരുമ്പോ മത്തായി ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അറിയാം. അതെ അതെ. ഞാൻ 10 മണിയാകുമ്പോഴേക്കും എത്തും. ശരി. കഷ്ടം. ഈ സദാനന്ദ വക്കീല് നിന്റെ സീനിയർ വക്കീലല്ലേ? സ്വന്തം മേലധികാരിയെ പറ്റി അനാവശ്യം പറയുന്നത് എന്ത് മര്യാദയാണ്? ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രമാത്രം. ഭാമേ, നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പറ്റുന്നിടത്തോളം മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം പറയുക. ഇപ്പൊ ഈ അനാവശ്യം പറയേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? എന്റെ മോഹനേട്ടാ, ഇതെന്റെ സീനിയർ വക്കീലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ? ഞാനത് സംസാരിച്ചതോ എന്റെ കൂടെ ജോലി ചെയ്ത വിദ്യാലക്ഷ്മിയോടും. അതിനെന്താ ഇത്ര വലിയ തെറ്റ്? തെറ്റുണ്ട്. പറ്റുന്നിടത്തോളം നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ചാലേ നമ്മുടെ മനസ്സ് നന്നാവൂ. നീ ഇപ്പൊ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പറഞ്ഞ കാര്യങ്ങൾ പോലെ അങ്ങ് ദുഷിക്കും. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. എല്ലാ സത്യവും പറയാനുള്ളതല്ല. അപ്രിയമായ സത്യങ്ങൾ പറയരുത് എന്നാണ് പ്രമാണം. മറ്റുള്ളവരെ പറ്റി സംസാരിക്കുമ്പോൾ തികഞ്ഞ ബഹുമാനവും സ്നേഹവും സംസാരത്തിൽ ഉണ്ടാവണം. നീ മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിന്നെ പറ്റിയും നല്ലത് മാത്രം പറയും. മനസ്സിലായോ? നല്ലതിന്റെ ചീത്തയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് വൈകുന്നേരം മോഹനേട്ടൻ എത്ര മണിക്ക് വരും? ഞാൻ സാധാരണ വരാറുള്ളത് 5:15-നാണ്. ഇന്നും ആ സമയത്ത് തന്നെ വരും. 5:15 വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വന്നു കഴിയുമ്പോ എനിക്ക് ഭയങ്കര ക്ഷീണമാണോ അതാണ് ഇതാണോന്ന് പറഞ്ഞേക്കല്ലേ. മനസ്സിലായില്ല. ഇന്ന് വൈകിട്ട് പുതിയ പ്രഷർ കുക്കർ വാങ്ങാൻ പോവാമെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? മോഹനേട്ടൻ വെറുതെ ഉരുണ്ട് കളിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം പ്രഷർ കുക്കർ കേടായി കഴിഞ്ഞപ്പോ മോഹനേട്ടൻ എന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്, പുതിയ പ്രഷർ കുക്കർ ഞാൻ വാങ്ങിത്തരാന്ന്. എന്നാ പറ്റുമെന്ന് ഞാൻ ചോദിച്ചപ്പോ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തിരക്കാണ് എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിത്തരും എന്ന് പറഞ്ഞു. ഇനി ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഉഴപ്പാനാണ് പരിപാടിയെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയാതെ തന്നെ മോഹനേട്ടൻ അറിയാലോ. ഭാമേ, താലൂക്ക് ഓഫീസിൽ നിന്ന് സഹദേവൻ വിളിച്ചിരുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കുറെ കാലമായി ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്കൊന്ന് വരാനായിട്ട്. ഒരിക്കലും സമയം കിട്ടാറില്ല. ഇപ്പോ സഹദേവൻ ഇവിടെ അടുത്തെന്തോ ആവശ്യത്തിന് വരുന്നു. ഇതിലേ പോകുന്ന വഴി ഇവിടെ കയറാന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലത്തെ ചിന്തകളൊക്കെ മോഹനേട്ടന്റെ തലയിലും കയറിക്കൂടാറുണ്ട്. എന്റെ ഓഫീസിലുള്ള ആരെങ്കിലും ഇതുപോലെ ഒരു ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അപ്പൊ പറയുന്നത് എന്തായിരിക്കും? അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ കയറി ഇറങ്ങാനുള്ളതല്ല എന്റെ വീട് എന്ന്. ഇപ്പോ സ്വന്തം വകുപ്പിൽ നിന്ന് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തൊരാവേശം, എന്താ ഒരു ഉത്സാഹം. സഹദേവൻ താലൂക്ക് ഓഫീസിലെ സീനിയർ ക്ലാർക്കാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പറയുന്നതും താലൂക്ക് ഓഫീസിൽ എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരുന്നതും സഹദേവനാണ്. സത്യം പറഞ്ഞാൽ ഞാനും തഹസിൽദാരും തമ്മിൽ ഇത്രയധികം അടുപ്പാവാനുള്ള കാരണം തന്നെ സഹദേവനാണെന്ന് നിനക്കറിയാലോ. ഇതൊന്നും അറിയില്ലെങ്കിലും മോഹനേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഈ വീട്ടിൽ കയറി വരുന്നു എന്ന് പറയുമ്പോൾ മാന്യമായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ എനിക്കറിയാം. പിന്നെ അങ്ങനെ വെറുതെ സംസാരിച്ച പോരാ. പിന്നെ സഹദേവനും ഭാര്യയും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതും ഇവിടെ നിന്നാണ്. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയെ പറ്റി ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴൊക്കെ സഹദേവൻ പറയുമായിരുന്നു, സത്യഭാമ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു ദിവസമെങ്കിലും കഴിക്കണമെന്ന്.
ഇത് പച്ചക്കള്ളം. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും യാതൊരു രുചിയില്ലാത്തതാണെന്ന് മോഹനേട്ടൻ പറയുന്നതാണല്ലോ. നിനക്ക് ഉച്ചകൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല്ലയോ? ബുദ്ധിമുട്ടാവാനാണ് സാധ്യത. എന്ത് ബുദ്ധിമുട്ട്? പ്രധാന ബുദ്ധിമുട്ട് ഇവിടെ ഒരു പ്രഷർ കുക്കർ ഇല്ല എന്നതാണ്. ഒരു കുക്കർ ഉണ്ടായിരുന്ന കേടായി പോയിട്ട് ആഴ്ച 2 ആയി. പുതിയൊരെണ്ണം വാങ്ങാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ തന്നെയാണ് പറഞ്ഞത് പ്രഷർ കുക്കർ ആയാലും വലിയ കുഴപ്പമില്ല ഭാമേന്ന്. കുക്കർ ഇല്ലാത്ത കാരണം ഓരോ ദിവസവും രാവിലെ അടുക്കളയിലെ ജോലിയെല്ലാം തീർത്ത് ഓഫീസിൽ പോകുന്നതിന്റെ പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ സഹിച്ചു. പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നും അടുക്കളയിൽ കയറി തലകുത്തി മറിഞ്ഞ് കഷ്ടപ്പെടാനേ എന്നെ കൊണ്ട് വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഉച്ചയോട് ഞാൻ സഹോദരനോട് പറഞ്ഞു പോയി. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമെന്ന് അറിയാവുന്നുള്ളത് കൊണ്ടാണ് പ്രഷർ കുക്കർ വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോ അതിന് പുല്ല് വില. ഇപ്പൊ കുക്കറില്ലാത്തതിന്റെ ദോഷം മോഹനേട്ടൻ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഒരു ദിവസം കുക്കറില്ലാതെ ഭക്ഷണം ഉണ്ടാക്കിയാൽ എന്താ? എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതെന്റെ ആവശ്യമായി പോയി. പക്ഷേ ഇത് മോഹനേട്ടന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അത് നടക്കില്ല. പുതിയ കുക്കർ വാങ്ങാമെങ്കിൽ കാര്യം നടക്കും. സമ്മതമാണോ? ഇന്ന് ഞായറാഴ്ച നാളെ ഇറങ്ങൂല. നാളെ വാങ്ങിത്തരാന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അടുക്കള കയറാം. നാളെ വൈകിട്ട് ശങ്കരകുരുടെ സ്ഥലം ഇളക്കാൻ പോകാന്ന് പറഞ്ഞിരിക്കുക. വരുമ്പോ ഒരുപാട് താമസിക്കും. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും താലൂക്ക് ഓഫീസിൽ യോഗമുണ്ട്. തീരുവ ഒരുപാട് വൈകും. വ്യാഴാഴ്ചയോ? വ്യാഴാഴ്ച വേണ്ട. സഹദേവൻ വന്നിട്ട് ഊണ് കഴിക്കാതെ പോട്ടെ. വേറെ എന്ത് ചെയ്യാനാ? വ്യാഴാഴ്ച വാങ്ങിത്തരാം. വാക്ക് ഇനി ഇത് മാറ്റി പറഞ്ഞാൽ പ്രശ്നമാകുവേ. മോഹനേഷൻ വാക്ക് പറഞ്ഞ വാക്കാ, ഒരിക്കലും മാറില്ല. ശരി, ഇനി ഇതിനെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ സത്യഭാമ പ്രതികരിക്കാൻ പോകുന്നത് മോഹനേട്ടൻ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. ഈശ്വര, സഹദേവൻ വന്നപ്പോ ഊണുണ്ടാക്കാനായി പറഞ്ഞു പോയ വാക്കല്ലേ. ഭാമേ, നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാമല്ലോ. എല്ലാ സാധനങ്ങൾക്കും വില കയറുന്നു. സാധാരണക്കാർ ജീവിക്കാൻ പാടുപെടുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലവ് വളരെ ചുരുക്കി വേണം നമ്മൾ ജീവിക്കാൻ. ഇവിടെ നീ എന്ത് ചെലവാണാവോ ഇങ്ങനെ ചുരുക്കേണ്ടത്? ചുരുങ്ങി ചെലവുകളെല്ലാം കൂടി ഇങ്ങനെ ഈർക്കിയ പരുവത്തിലായി. ഇനി ചെയ്യാൻ പറ്റുന്നതേ ചായയിലെ പഞ്ചസാര നമുക്ക് ഒഴിവാക്കാം. കറിയിൽ ഉപ്പിടാതിരിക്കാം. സോപ്പ് പൊടിയില്ലാതെ ഷർട്ട് വലക്കാം. എണ്ണ തേക്കാതെ കുളിക്കാം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇനി അതും ആലോചിക്കാം. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെലവ് ചുരുക്കുന്നതിനെ പറ്റിയല്ല. നമുക്ക് ഒരു പ്രഷർ കുക്കർ വാങ്ങാതെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൂടെ? 3.5 വർഷം പഴക്കമുള്ള ഒരു പ്രഷർ കുക്കറാണ് കേടായി പോയത്. അതിന് പോലെ പുതിയൊരെണ്ണം വാങ്ങണമെന്ന് പറഞ്ഞ് എങ്ങനെ ദൂർത്താവാനാണ്? പക്ഷേ പുതിയ പ്രഷർ കുക്കറിന് എന്താ വില? 1 കോടി രൂപയെങ്കിലും ആകും. ഇങ്ങനെ പിശുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കും മോഹനേട്ടാ? പ്രഷർ കുക്കറിന് പകരം കലത്തിൽ അരി വേവിക്കുമ്പോൾ ചെലവാകുന്ന ഒരു ഗ്യാസിനെ പറ്റി മോഹനേട്ടൻ ആലോചിക്കാത്ത എന്താ? 1 കൊല്ലം കൂടുതൽ ചെലവാകുന്ന ഗ്യാസിന്റെ വില മതി ഒരു പ്രഷർ കുക്കർ വാങ്ങാൻ. ഞാൻ നിന്നോട് നേരത്തെ പറയുന്നതല്ലേ അരിയൊക്കെ വേവിക്കാൻ ഗ്യാസിന്റെ ആവശ്യമില്ലെന്ന്. ആ വിറകടുപ്പ് മതി. ഈ പുരയിടത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ വിറകുണ്ട്. വിറകടുപ്പ് കത്തിച്ചാൽ എന്തുമാത്രം പൈസ നമുക്ക് ലാഭിക്കാം. പണ്ട് നമ്മുടെ നാട്ടിലെ അടുപ്പുകളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. പിന്നെ അതിനു മുന്നേ മനുഷ്യരുടെ ഭക്ഷണ സാധനങ്ങൾ ചുട്ടു തിന്നുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമുക്ക് അതും കൂടി തിരിച്ചു കൊണ്ടുവന്നാലോ? പാത്രം വേണ്ട, എണ്ണ വേണ്ട, മുളക് വേണ്ട, ഉപ്പ് വേണ്ട. എത്ര കാശാ ലാഭം. പ്രഷർ കുക്കർ പുതിയത് വാങ്ങാന്ന് മോഹനേട്ടനോട് വാക്ക് പറഞ്ഞതാ. വില്ലേജ് ഓഫീസർക്ക് മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കാണ് എന്ന് നാഴിക്ക് 40 തൊട്ട് പറയൂലോ. എന്നിട്ട് ഇപ്പൊ വാക്ക് മാറ്റുന്നത് എന്തിനാണ്? എല്ലാ കാര്യങ്ങളും ചിലപ്പോ പറഞ്ഞ പോലെ പാലിക്കാൻ പറ്റുന്നതല്ല. അതെന്തായാലും കൊള്ളാം. ചുരുക്കത്തിൽ വില്ലേജ് ഓഫീസർക്ക് സൗകര്യമുള്ള വാക്കുകൾ പാലിക്കും, അല്ലാത്തത് അങ്ങ് വിഴുങ്ങും. ഇതാണോ ഈ വാക്കു പാലിക്കൽ?
നോക്കൂ, ഞാൻ കാണുന്നവരോട് മുഴുവൻ ഇത് പറയും. വില്ലേജ് ഓഫീസർക്ക് പറച്ചിലുള്ള ആദർശമേ ഉള്ളൂ. ആള് വെറും തട്ടിപ്പാണ്. ഇന്ന് നാട്ടുകാർ മുഴുവൻ അറിയും. നീ എന്താ പേടിപ്പിക്കണം? കെ മോഹനകൃഷ്ണനെ പറ്റി നിനക്കറിയാവുന്നതിനേക്കാൾ നന്നായിട്ട് നാട്ടുകാർക്ക് അറിയാം. നീ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. പുതിയ പ്രഷർ കുക്കർ വാങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ആഹാ, ഹ, ഹ. നമസ്കാരം സാറേ. എന്താണ് സാർ ഇന്ന് നേരത്തെ ഇറങ്ങിയത്? ഞാൻ ചിലപ്പോ കുറച്ച് നേരത്തെ പോവും, ചിലപ്പോ വൈകി പോവും. അത് ഉത്തമനാണ്, ആവശ്യമില്ല. രാവിലെ സാറ് ദേഷ്യത്തിലാണല്ലോ. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് കാര്യം? സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി 500 രൂപ. അത് തിരിച്ചു തന്നാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കാശ് വാങ്ങിയപ്പോ ഞാൻ പിറ്റേന്ന് തരാന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ സത്യം പറയാലോ സാറേ, ഞാനതങ്ങ് മറന്നുപോയി. വാക്ക് പറഞ്ഞിട്ടത് പാലിച്ചില്ലെങ്കിൽ സാറ് വഴക്കുണ്ടാക്കുന്നുള്ള കാര്യം ഞാനതങ്ങ് ഓർത്തില്ല. അല്ല, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളാണല്ലോ മോഹനേഷ് സാറ്. അപ്പൊ ഞാനൊരു വാക്ക് വ്യത്യാസം കാണിച്ച സാറിന് ഇഷ്ടപ്പെടുവോ? പറയുമ്പോ പറയാ സാറേ, വാക്ക് പാലിക്കാനുള്ളതാണ് എന്നൊക്കെ. പക്ഷെ എല്ലാ വാക്കും എപ്പോഴും പാലിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. പിന്നെ സാറിനത് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓഹോ, അവൾ അവളുടെ ജോലി തുടങ്ങി. പിന്നെ സാറിന്റെ കൂടെ കൂടിയത് പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് പറ്റാതെ വരും. സാറിന് മനസ്സിലായല്ലോ, എന്റെ ഭാഗ്യം. ഉത്തമനെ വിളിച്ചായിരുന്നു. ഓ, വിളിച്ചായിരുന്നു സാറേ, കുറച്ചു മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞ വക്കീല് പറഞ്ഞപ്പോഴാണ് ഈ 500 രൂപ തിരിച്ചു തരാതെ ഞാൻ വാക്ക് തെറ്റിച്ചല്ലോ എന്ന് ഞാൻ ഓർത്തത്. ഓ, അതങ്ങ് തന്ന് തീർക്കാമെന്നോർത്ത് പറന്ന് വരികയായിരുന്നു ഞാൻ. ശരി സാറേ. അപ്പൊ ആ കട അങ്ങ് തീർന്നു. പ്രൊഫസറെ, ഞാനിപ്പോ വരാം. എവിടെ പോകുന്നു ശിശുപാലൻ ചേട്ടാ? ഒരു അത്യാവശ്യമുണ്ട്. വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? എന്താ? ഈശ്വര, മോഹനേഷ് സാർ നേരത്തെ എത്തിയോ? നമസ്കാരം സാർ. ശിശുപാലൻ എങ്ങോട്ടാ? ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എടുക്കണം സാർ. ഇന്നലെ സാറ് പറഞ്ഞിരുന്നു. വേഗം പോയിട്ട് വരൂ. ഓ സാർ, വാക്ക് പാലിക്കുക എന്നത് വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. വക്കീൽ എന്നെ വിളിച്ചിരുന്നു. അത് ശരി. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറുണ്ട്, മോഹനേഷ് സാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. സത്യം പറഞ്ഞ സാറിനെ കണ്ട ഞങ്ങളൊക്കെ വാക്ക് പാലിക്കാൻ പഠിച്ചത് തന്നെ. അതുകൊണ്ട് ഒന്നുമില്ല, എല്ലാം വക്കീൽ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം സാർ. എന്നെ പരിചയമുള്ള സകലരെയും വിളിച്ചു പറയുകയാണ് അവൾ. ഇങ്ങനെ പോയാൽ എന്റെ മാനം പോയത് തന്നെ. കാഞ്ചനെ, കളക്ടറേറ്റിലേക്ക് അയക്കാനുള്ള റിപ്പോർട്ട് ശരിയാക്കിയോ? ഓ സർ, ഇന്നലെ സാറല്ലേ പറഞ്ഞത് രാവിലെ തന്നെ ഈ റിപ്പോർട്ട് അയക്കണമെന്ന്? സാറ് കളക്ടർക്ക് വാക്ക് കൊടുത്തു എന്ന്. സാർ ഒരു വാക്ക് പറഞ്ഞ വാക്കാണെന്ന്. അതെന്താ വാചകത്തിനൊരു ബലം? ബലമൊന്നുമില്ല. സാറൊരു വാക്ക് പറഞ്ഞ അത് വാക്കാണല്ലോ. മോഹനേഷ് സാർ ഒരു വാക്ക് തെറ്റിച്ചതായി ഞാൻ ഇതുവരെയ്ക്കും കേട്ടിട്ടില്ല. ശരി, റിപ്പോർട്ട് അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക. സാർ, വാക്കു പാലിക്കുന്നതിന്റെ അന്തസ് ഇന്ന് എനിക്ക് മനസ്സിലായത്. അല്ല, ഇന്നലെ 10 മിനിറ്റ് വൈകി വന്നപ്പോ സാറ് പറഞ്ഞില്ലേ ഇന്ന് കൃത്യം 9:55 തന്നെ വരണോന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് 9:53 എത്തി സാർ. വാക്കു പാലിക്കുന്നതിന്റെ സുഖം ഇന്നാ എനിക്ക് മനസ്സിലായത്. ഇനി മുതൽ ഞാനും വാക്കു പറഞ്ഞ വാക്ക സാറിനെ പോലെ. അവളെന്നെ ഇന്ത്യ മുഴുവൻ നാണം കെടുത്തു. ശരി,
ഹലോ, അതെ. ആ വിദ്യ, നീ ഇന്നത്തെ ഓഫീസിൽ വരാഞ്ഞേ? അതെയോ, ഞാൻ നിന്റെ മൊബൈലിൽ വിളിച്ചിരുന്നു. എന്നിട്ടെന്താ രാവിലെ വിളിച്ചോ പറയാതിരുന്നത്? ഏയ് ഇല്ലില്ല, രാവിലത്തെ പ്രശ്നത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പ്രഷർ കുക്കർ വാങ്ങുന്ന പ്രശ്നമേ ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് മോഹനേട്ടൻ പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ മോഹനേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പക്ഷേ പ്രഷർ കുക്കർ മോഹനേട്ടൻ എപ്പോഴും വാക്ക് പറഞ്ഞ വാക്ക. ഒരിക്കൽ പോലും മോഹനേട്ടൻ വാക്ക് മാറ്റി ചരിത്രം ഉണ്ടായിട്ടില്ല. ശരിയപ്പോ ഞാൻ ഓടി വിളിക്കാമേ. എന്റെ ഈശ്വരാ, പുതിയ കുക്കർ ഇതെന്താ പറ്റി? വാങ്ങുന്നില്ലെന്ന് പറഞ്ഞല്ലേ രാവിലെ ഇവിടെ നിന്ന് പോയത്? എങ്ങനെ വാങ്ങാതിരിക്കും? കഴിഞ്ഞ എത്രയോ വർഷമായി കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ എന്റെ സർപ്പേര് ഈ പ്രഷർ കുക്കറിന്റെ പേരിൽ പോകാതെ നോക്കണ്ടേ? അയ്യോ, മോഹനേട്ടന്റെ സൽപ്പേര് എങ്ങനെയാ പോണത്? അത് ഞാൻ ഇപ്പൊ കണ്ടല്ലോ. ഞാൻ വരാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നീ ഇപ്പൊ വിദ്യോടും പറയുമായിരുന്നു. മോഹനേട്ടൻ വാക്ക് പറഞ്ഞ വാക്കാ, പക്ഷെ കുക്കറിന്റെ കാര്യത്തിൽ അത് തെറ്റിച്ചു എന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയാറുന്നില്ല മോഹനേട്ടാ. ഞാൻ പറയാൻ വന്നത്, മോഹനേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പക്ഷേ പാവം മോഹനേട്ടന് തിരക്കല്ലേ, അപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ട് പ്രഷർ കുക്കർ വാങ്ങിയെന്നാ. ഓ, അല്ലാതെ രാവിലെ മോഹനേട്ടൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ പറ്റി ഒരിക്കലും ദുഷിച്ച് പറയരുത്, നല്ലത് മാത്രമേ പറയാവൂ, നല്ലതൊന്നും പറയാനില്ലെങ്കിൽ ഒന്നും പറയണ്ടെന്ന് വെക്കാമോ? ഇന്ന് മുതൽ അങ്ങനെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതിനാണോ പ്രഷർ കുക്കർ വാങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞ് ഉത്തമനോട് പറഞ്ഞു കൊടുത്തത്? ഉത്തമ എന്റെ പേരിൽ എന്നെ കളിയാക്കി. വാക്ക് പറഞ്ഞിട്ടത് പാലിച്ചില്ലെങ്കിൽ സാറ് വഴക്കുണ്ടാക്കുന്നുള്ള കാര്യം ഞാനതങ്ങ് ഓർത്തില്ല. അല്ല, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളാണല്ലോ മോഹനേട്ടൻ സാറ്. അപ്പൊ ഞാനൊരു വാക്ക് വ്യത്യാസം കാണിച്ച സാറിന് ഇഷ്ടപ്പെടുവോ? പറയുമ്പോ പറയാ സാറേ, വാക്ക് പാലിക്കാനുള്ളതാണ് എന്നൊക്കെ. പക്ഷെ എല്ലാ വാക്കും എപ്പോഴും പാലിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. പിന്നെ സാറിനത് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓഹോ, അവൾ അവളുടെ ജോലി തുടങ്ങി. പിന്നെ സാറിന്റെ കൂടെ കൂടിയത് പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് പറ്റാതെ വരും. സാറിന് മനസ്സിലായല്ലോ, എന്റെ ഭാഗ്യം. ആമാ, ഉത്തമനെ വിളിച്ചായിരുന്നു. ഓ, വിളിച്ചായിരുന്നു സാറേ, കുറച്ചു മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്റെ മോഹനേട്ടാ, ഞാൻ ഉത്തമനെ വിളിച്ചു വന്നത് നേരാ. പക്ഷെ ഞാൻ ഉത്തമനോട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഹലോ. ആ ഉത്തമ, ഞാനാ. ആ, മനസ്സിലായി വെക്കില്ലേ, എന്താണ് വിശേഷം? ഒന്നുമില്ല, ഞാനൊരു സംശയം ചോദിക്കാനായിട്ട് വിളിച്ചതാ. എന്താണ് വെക്കില്ലേ? ഉത്തമൻ കഴിഞ്ഞ ആഴ്ച മോഹനേട്ടന്റെ കയ്യിൽ നിന്ന് 500 രൂപ കടം വാങ്ങിയിരുന്നു. ആ, വാങ്ങിച്ചിരുന്നു. അത് പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞതല്ലായിരുന്നു? അയ്യോ, അതേ വെക്കില്ലേ, ഞാൻ മറന്നു കേട്ടോ, കൊടുത്തില്ല. ഇന്ന് മോഹനേട്ടൻ എന്നോട് പറഞ്ഞു ഉത്തമൻ വാക്ക് പറഞ്ഞിട്ട് അത് തെറ്റിച്ചു എന്ന്. അയ്യോ, അത് പ്രശ്നമാവുമല്ലോ വക്കീലെ. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞ സാറ് മൈൻഡ് പോലും ചെയ്യില്ലല്ലോ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. മോഹനേട്ടൻ ഉത്തമനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാവ ഉത്തമൻ കൈ കാശില്ലാത്തോണ്ടായിരിക്കും തരാത്തത് എന്നാണ് പറഞ്ഞത്. മോഹനേട്ടൻ ഒരു പാവ, ഒരാളുടെ പ്രയാസം കണ്ടാൽ മനസ്സിലാവും. അല്ല, എന്നാലും ഞാൻ കാണിച്ചതേ മോശമായി പോയി. ഒരു വാക്ക് പറഞ്ഞ പാലിക്കണ്ടേ? സാറിന്റെ കാശേ ഇപ്പൊ തന്നെ കൊടുത്തിട്ടേ ഉള്ളു കാര്യം. ഉത്തമനൊരു പാവമാണ്, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും വാങ്ങിയ കാശ് തിരികെ തരാത്തത് എന്ന് മോഹനേട്ടൻ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. മോഹനേട്ടനെ പറ്റി നല്ലത് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രഷർ കുക്കറിന്റെ കാര്യമാണ് ഞാനോട് മിണ്ടിയിട്ടുമില്ല. അപ്പൊ നീ ശിശുപാലനോട് പറഞ്ഞതോ? വാക്ക് പാലിക്കുക എന്നത് വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. വക്കീൽ എന്നെ വിളിച്ചിരുന്നു. അത് ശരി, അപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. ഞാൻ എല്ലാരോടും എപ്പോഴും പറയാറുണ്ട്, മോഹനേഷ സാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്.
സത്യം പറഞ്ഞ സാറിനെ കണ്ട ഞങ്ങളൊക്കെ വാക്ക് പാലിക്കാൻ പഠിച്ചത് തന്നെ. അതുകൊണ്ട് ഒന്നുമില്ല, എല്ലാം വക്കീൽ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം സാർ. ശിശുപാലൻ ചേട്ടനോട് ഞാൻ പറഞ്ഞ എന്താന്ന് മോഹനോട് ചോദിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞ എന്താന്ന് ഞാൻ പറയാം. ഹലോ. ആ ശിശുപാലൻ ചേട്ടാ, ഞാനാ സത്യഭാമ. ആ എന്താ വക്കീലേ? അല്ല ഒന്നുമില്ല. ഇന്ന് രാവിലെ മോഹനയുടെ ശിശുപാലൻ ചേട്ടനെ പറ്റി കുറെ പറഞ്ഞു. എന്ത്? അല്ല, നല്ല മനുഷ്യനാണ്, ആത്മാർത്ഥത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാര്യങ്ങളും മറന്നു പോവും. ഒരു ഫോട്ടോഷാറ്റ് എടുക്കാൻ തലേന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് എന്നിട്ടുണ്ടെങ്കിൽ സംഗതി ഉണ്ടാവില്ല. ശിശുപാലൻ ചേട്ടൻ മറന്നിരിക്കുന്നു പറഞ്ഞു. അല്ല വക്കീലേ, അത് മോഹനേട്ടൻ തന്നെ എന്നിട്ട് പറഞ്ഞു, ശിശുപാലൻ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വീട്ടിലെ പ്രാരാബ്ദങ്ങളും പ്രായവും ഒക്കെ ഒരു പ്രശ്നമാണ്, അതുകൊണ്ടായിരിക്കുന്നു. മോഹനേട്ടനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വാക്കാണല്ലോ ഏറ്റവും പ്രധാനം. അത് പാലിച്ച മോഹനേട്ടൻ ഹാപ്പിയാ. അല്ല, ഇതൊക്കെ ഞാൻ വെറുതെ ശിശുപാലൻ ചേട്ടനോട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. മോഹനേട്ടനെ ശിശുപാലൻ ചേട്ടനുണ്ട് ദേഷ്യമൊന്നുമില്ല, പ്രായമൊക്കെ ആയതിന്റെ ഓർമ്മക്കുറവുണ്ട് എന്ന് മോഹനേട്ടൻ പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു വാക്കുപോലും ഞാൻ ദുഷിച്ചു പറഞ്ഞിട്ടില്ല. ഓ, പ്രഷർ കുക്കറിന്റെ കാര്യം ഞാനോട്ട് മിണ്ടിയിട്ടേയില്ല. ഞാനോ? ഞാൻ അവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ട് നാളെ എത്രയായി മോഹനേട്ടാ? സത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അതെന്താന്ന് വെച്ചാലേ കെ മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ, അതുകൊണ്ട് വാങ്ങിയതാ. പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള വ്യഗ്രത ഒരു വശത്തും കാശു മുടക്കാനുള്ള മടി മറുവശത്തും നിന്നും മല്ലയുദ്ധം നടത്തുമ്പോൾ പാവം മോഹനകൃഷ്ണൻ എന്ത് ചെയ്യാനാണ്? എന്തായാലും അഭിമാനം സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് വില്ലേജ് ഓഫീസർ ഒടുവിൽ തീരുമാനിച്ച നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.